Hi all, welcome back to Clean. റിയൽ ടൈം സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റിയൽ ടൈം സോഫ്റ്റ്വെയർ? നമുക്കറിയുന്ന കാര്യമാണ്. സ്ട്രിക്റ്റ് ടൈമിംഗ് കൺസ്ട്രെയിൻസ് ഫോളോ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് റിയൽ ടൈം സോഫ്റ്റ്വെയർസ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇവന്റ് അതിന് പറഞ്ഞ സമയത്തിനകത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്തിനകത്ത് സമയബന്ധിതമായിട്ടുള്ള റെസ്പോൺസ് തരാനായിട്ട് കഴിയുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ റിയൽ ടൈം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന്റെ ഡിസൈൻ ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയാം. എംബഡഡ് സിസ്റ്റംസ് റിയൽ ടൈം സിസ്റ്റംസ് ആണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റംസ്, റോബോട്ടിക്സ്, എയ്റോസ്പേസ്, ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ മെഡിക്കൽ ഡിവൈസസ്. ഇതിലെല്ലാം നമുക്ക് ശരിക്കും ടൈംലി ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫങ്ഷനാലിറ്റി കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്, സേഫ് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ടൈംലിനെസ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീ ഡിഫൈൻഡ് ടൈം കൺസ്ട്രെയിനകത്ത് തന്നെ നമ്മുടെ ഇൻപുട്സ് കൊടുക്കുന്ന ഇൻപുട്സിനുള്ള റെസ്പോൺസസ് കിട്ടിയിരിക്കണം. അതാണ് ടൈംലിനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് റിലയബിലിറ്റി. അതായത് ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഡിലേസ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ പിന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞു മെഡിക്കൽ ഡിവൈസസ് എല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണെന്ന് പറഞ്ഞു. ഏത് റിയൽ ടൈം സിസ്റ്റത്തിന് അതിനകത്ത് ടൈംലി ഒരു പിന്നെ റെസ്പോൺസ് ഉണ്ടായില്ലെങ്കിൽ, വേണ്ട സമയത്ത് ഒരു ഡിലേഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അതൊരു റിലയബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ ഹൈ റിലയബിലിറ്റി ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി ആർ എസെൻഷ്യൽ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് കൺകറൻസി. അതായത് റിയൽ ടൈം സിസ്റ്റംസ് മൾട്ടിപ്പിൾ ഇവന്റ്സ് കൺകറന്റ്ലി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒക്കെ കാപ്പബിൾ ആയിരിക്കണം. അതായത് എഫിഷ്യന്റ് മൾട്ടി ടാസ്കിങ് നടക്കണം. പിന്നെ സിങ്ക്രണൈസേഷൻ മെക്കാനിസംസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ ഡിറ്റർമിനിസം. അതായത് നേരത്തെ പറഞ്ഞത് ഇതിന്റെ ബിഹേവിയർ പ്രെഡിക്റ്റബിൾ ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് ഇത്ര ലെവലിന് മുകളിൽ പോയി കഴിഞ്ഞിട്ട് സിസ്റ്റം ഓഫ് ആവണം എന്നൊരു ഫങ്ഷനാലിറ്റി ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം. സോ ഡിറ്റർമിനിസം വിച്ച് മീൻസ് ദ ബിഹേവിയർ മസ്റ്റ് ബി പ്രെഡിക്റ്റബിൾ. നെക്സ്റ്റ് പറയുന്നത് റിസോഴ്സ് കൺസ്ട്രെയിൻസ് ആണ്. അതായത് ഈ റിയൽ ടൈം സിസ്റ്റംസ് എല്ലാം യൂഷ്വലി റിസോഴ്സ് ലിമിറ്റഡ് ഹാർഡ്വെയറിലായിരിക്കും റൺ ചെയ്യുന്നുണ്ടായിരിക്കുക. ലൈക്ക് ലിമിറ്റഡ് മെമ്മറി ആയിരിക്കും അതിനുണ്ടായിരിക്കുക, ലിമിറ്റഡ് പ്രോസസ്സിംഗ് പവർ ആയിരിക്കും ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ലിമിറ്റഡ് എനർജി ആയിരിക്കും അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. എംബഡഡ് സിസ്റ്റംസ് ഒക്കെ തന്നെയും അങ്ങനെയായിരിക്കും. അപ്പൊ ഇതാണ് റിയൽ ടൈം സിസ്റ്റത്തിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതെല്ലാമാണ് റിയൽ ടൈം സിസ്റ്റത്തിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയൽ ടൈം സിസ്റ്റംസ് ആണ് നെക്സ്റ്റ് നോക്കുന്നത്. 3 ടൈപ്സ് ആണ് വരുന്നത്. ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ്, സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ്, ഫേം റിയൽ ടൈം സിസ്റ്റംസ്. ഇതിന്ന് ക്വസ്റ്റ്യൻസ് മുൻപ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും റിയൽ ടൈം സിസ്റ്റത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് ഇടയ്ക്ക് എന്തിനാണ് ഒരു OS നിന്നുള്ള ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി റിയൽ ടൈം സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന ഒരു ടോപ്പിക് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇൻ സച്ച് കേസസ് വി ക്യാൻ സീ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പോർഷൻ ഇൻ അവർ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സോ ഇത് ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഹാർഡ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഒരു ഡെഡ് ലൈൻ മിസ് ആയി കഴിഞ്ഞിട്ട് വെച്ചാൽ കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവുന്ന സിസ്റ്റംസ് ആണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ്. അതായത് കാറ്റസ്ട്രോഫിക് കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഫെയിലിയേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മെഡിക്കൽ ഡിവൈസസ് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പേസ് മേക്കേഴ്സ് കൈൻഡ് ഓഫ് റിയൽ ടൈം സിസ്റ്റംസ് ആണ്. അതിന്റെ ഫെയിലിയർ, അല്ലെങ്കിൽ എയർ ബാഗ് സിസ്റ്റംസ്, കാറിൽ കാണുന്ന കാറിലെല്ലാം ഉള്ള എയർ ബാഗ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഫെയിലിയർ എന്തായിരിക്കും അവസ്ഥ? ലൈഫ് ത്രെട്ടനിങ് ഒരു ലൈഫ് ത്രെട്ടനിങ് ഫെയിലിയർ ആണത്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡെഡ് ലൈൻ മിസ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത്. അതുപോലെ ന്യൂക്ലിയർ റിയാക്ടർ കൺട്രോൾ സിസ്റ്റംസ്, ഇതൊക്കെ ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസിന് എക്സാമ്പിൾസ് ആണ്. അതായത് ഒരു ഡെഡ് ലൈൻ മിസ്സായി കഴിഞ്ഞിട്ട് വെച്ചാൽ കാറ്റസ്ട്രോഫിക് കോൺസിക്വൻസസ് ഉണ്ടാകും. നെക്സ്റ്റ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ്. സപ്പോസ് ഒരു ഡെഡ് ലൈൻ മിസ് ആവുകയാണെങ്കിൽ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് ഡിഗ്രേഡ് ആവും, പക്ഷെ ഒരു കംപ്ലീറ്റ് ഫെയിലിയർ ലൈക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ് ഒന്നും കാണില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീഡിയോ സ്ട്രീമിംഗ്, ഓൺലൈൻ ഗെയിമിംഗ്, അല്ലെങ്കിൽ ലൈവ് ഡേറ്റ പ്രോസസിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതെല്ലാം ശരിക്കും ഒരു പെർഫോമൻസിനെ ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുവഴി? ഡെഡ് ലൈനിനകത്ത് എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ് എന്ന് പറയുന്നത്. ദെൻ കംസ് ഫേം റിയൽ ടൈം സിസ്റ്റംസ്. ഇതിനകത്ത് ഒരു ഡെഡ് ലൈൻ മിസ് ആവുകയാണെങ്കിൽ കാറ്റസ്ട്രോഫിക് ഫെയിലിയർ ഉണ്ടാവില്ല, പക്ഷെ കിട്ടുന്ന ഡിലേഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി
യൂസ്ലെസ്. ഔട്ട്ഡേറ്റഡ് ഡേറ്റ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ള സിറ്റുവേഷൻ. അതാണ് ഫേം റിയൽ ടൈം സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 ടൈപ്സ് ഓഫ് റിയൽ ടൈം സിസ്റ്റംസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി റിയൽ ടൈം സോഫ്റ്റ്വെയർ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ കീ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. 7 ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോഡുലാരിറ്റി ആൻഡ് കോമ്പണന്റ് ബേസ്ഡ് ഡിസൈൻ. നമുക്കറിയാം റിയൽ ടൈം സിസ്റ്റംസ് എല്ലായ്പ്പോഴും കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിസൈൻ എന്ന് പറയുന്നത് സ്മോളർ മാനേജബിൾ മൊഡ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഏതൊരു സിസ്റ്റത്തിനെയും നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതാണ് മോഡുലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ബെറ്റർ മെയിൻറ്റൈനബിലിറ്റിയും ടെസ്റ്റബിലിറ്റി അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ മൊഡ്യൂൾസും ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ആയിരിക്കണം പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ എന്തെങ്കിലും ടൈമിംഗ് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്ത് ഡീബഗ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പം കാണും. നെക്സ്റ്റ് വരുന്നത് കൺകറൻസി മാനേജ്മെന്റ്. അതായത് മൾട്ടിപ്പിൾ ടാസ്ക്സ് സൈമൾട്ടേനിയസ്ലി പ്രോസസ് ചെയ്യാനായിട്ട് റിയൽ ടൈം സിസ്റ്റത്തിനെ കൊണ്ട് പറ്റണം. അതാണ് കൺകറൻസി മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ടെക്നിക്സ് ലൈക്ക് മൾട്ടി ത്രെഡിങ്, ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, സിങ്ക്രണൈസേഷൻ മെക്കാനിസംസ് ഒക്കെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ മെക്കാനിസംസ് ലൈക്ക് സെമാഫോർസ്, മ്യൂടെക്സസ്, മെസ്സേജ് ക്യൂസ് അതൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞതെല്ലാം കൺകറന്റ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡേറ്റ അക്വിസിഷൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ആ അക്വയർ ചെയ്തിട്ടുള്ള ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ പ്രോസസ് ചെയ്തിട്ട് വേണ്ട ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആ ഒരു ഫംഗ്ഷനാലിറ്റി ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ദാറ്റ് ഈസ് വാട്ട് മെന്റ് ബൈ കൺകറൻസി മാനേജ്മെന്റ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടാസ്ക് ഷെഡ്യൂളിംഗ് ആൻഡ് പ്രയോറിറ്റൈസേഷൻ. ക്രിട്ടിക്കൽ ടാസ്കുകൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ചെയ്യണം. മറ്റു ടാസ്കുകൾക്ക് മുൻപ് ക്രിട്ടിക്കൽ ടാസ്കുകൾ എന്തായാലും എക്സിക്യൂട്ട് ചെയ്യണം. സോ അത്തരത്തിലുള്ള ഒരു ഷെഡ്യൂളിങ്ങും പ്രയോറിറ്റൈസേഷനും ഇതിനകത്ത് നമ്മൾ ചെയ്യണം. അത്തരത്തിലായിരിക്കണം നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വെഹിക്കിൾസിൽ കാണുന്ന ABS എടുക്കാന്ന് വിചാരിക്കാം. അതായത് ഓട്ടോമോട്ടീവ് ബ്രേക്കിംഗ് സിസ്റ്റം. അതൊരു എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. അത് പിന്നെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ എന്ത് നടക്കണം? നമ്മുടെ വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കണം അല്ലേ? സോ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാണ്. വണ്ടിയുടെ ഫംഗ്ഷനാലിറ്റിയിൽ ഈ ABSനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാണ്. ബോത്ത് വൺ പ്രെഡിക്റ്റബിലിറ്റി ആൻഡ് ഡിറ്റർമിനിസം. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റം കൺസിസ്റ്റന്റ്ലി ആണ് ബിഹേവ് ചെയ്യുന്നത്. ടൈമിംഗ് കൺസ്ട്രെയിൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. സിസ്റ്റത്തിന്റെ പിന്നെ ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് പ്രെഡിക്റ്റബിലിറ്റി ആൻഡ് ഡിറ്റർമിനിസം അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എഫിഷ്യന്റ് റിസോഴ്സ് മാനേജ്മെന്റ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസോഴ്സ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഈ റിയൽ ടൈം സിസ്റ്റത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട്, അതായത് ലിമിറ്റഡ് ഹാർഡ്വെയർ റിസോഴ്സസേ കാണുള്ളൂ. അതായത് ലൈക്ക് ലിമിറ്റഡ് മെമ്മറി, പ്രോസസിംഗ് പവർ ലിമിറ്റഡ് ആയിരിക്കും, എനർജി ലിമിറ്റഡ് ആയിരിക്കും. അതിനകത്തൊക്കെ നിന്നുകൊണ്ട് വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മളൊരു എംബഡഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു മെഡിക്കൽ ഡിവൈസിൽ വരുന്ന ഒരു എംബഡഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനെ കാണുള്ളൂ. അതുപോലെ തന്നെ ഒപ്റ്റിമൈസ്ഡ് CPU യൂസേജും ആയിരിക്കും. അതുവഴി നമുക്ക് ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് എഫിഷ്യന്റ് റിസോഴ്സ് മാനേജ്മെന്റ് എന്ന പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോൾട്ട് ടോളറൻസ് ആൻഡ് റിഡൻഡൻസി. എന്തെങ്കിലും ഫെയിലിയർ വരുവാണെങ്കിൽ അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അതായത് എറർ ഹാൻഡ്ലിംഗ് റൂട്ടീൻസും റിക്കവറി മെക്കാനിസംസും നമ്മൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോമ്പണന്റ് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ അതിന് ബാക്കപ്പ് കൊടുക്കണം. അതാണ് റിഡൻഡൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു എയർക്രാഫ്റ്റിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് റിഡൻഡന്റ് ആയിട്ടുള്ള സെൻസേഴ്സും പ്രോസസ്സും കാണും. ഇൻ കേസ് അതിന്റെ എന്തെങ്കിലും ഹാർഡ്വെയർ ഫെയിൽ ആവുകയാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന വേറെ ബാക്കപ്പ് വേണം. അതാണ് ഫോൾട്ട് ടോളറൻസ് ആൻഡ് റിഡൻഡൻസി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വരുന്ന ലോ ലേറ്റൻസി കമ്മ്യൂണിക്കേഷൻ. കോമ്പണൻസ് തമ്മിലുള്ള റിയൽ ടൈം ഡേറ്റ എക്സ്ചേഞ്ച് അതിൽ മിനിമൽ ഡിലേ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ലോ ലേറ്റൻസി കമ്മ്യൂണിക്കേഷനിൽ ലോ ലേറ്റൻസിയെ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാം, ഡയറക്റ്റ് മെമ്മറി ആക്സസ് ടെക്നിക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റോബോട്ടിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത്
സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും കൺട്രോളേഴ്സും ഒക്കെ കാണും. അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ടൈംലി റെസ്പോൺസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കണം അത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് വരുന്നവരെ. ഇത് നമുക്ക് എന്താണ് ആ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം കൺസ്ട്രെയിനകത്ത് നിന്നുകൊണ്ട് വേണം നമുക്ക് എന്ത് കിട്ടാനായിട്ട്, റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിനെ ഒരു റിയൽ ടൈം സോഫ്റ്റ്വെയർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതാണ് ലോ ലേറ്റൻസി കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് റിയൽ ടൈം സിസ്റ്റം ഡിസൈൻ മോഡൽസ് ആണ്. അത് നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടി കുറച്ച് മോഡൽസ് ഇവിടെ പറയുന്നു എന്ന് മാത്രം. അതായത് ഏതൊക്കെ ഫ്രെയിം വർക്ക്സ് അല്ലെങ്കിൽ അപ്രോച്ചസ് നമുക്ക് റിയൽ ടൈം സിസ്റ്റത്തിന്റെ ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ടാസ്ക് ആൻഡ് ഈവന്റ് മോഡൽസ്, സ്റ്റേറ്റ് ഡയഗ്രാംസ്, സീക്വൻസ് ഡയഗ്രാംസ്, ടൈമിംഗ് ഡയഗ്രാംസ്, ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ്. ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് 4 ഡയഗ്രാംസും നമുക്ക് അറിയാവുന്നതാണ്, 4 മോഡൽസും നമുക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് വൺ ആണ് നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ കാണുക, ടാസ്ക് ആൻഡ് ഈവന്റ് മോഡൽസ്. ടാസ്ക് ആൻഡ് ഇവന്റ് മോഡൽസ് എന്നതിൽ നമ്മൾ ടാസ്കും ഇവന്റും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റീസ് ആയിട്ടായിരിക്കും മോഡൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിൽ ടാസ്കിനാണെങ്കിലും ഇവന്റിനാണെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിംഗ് കൺസ്ട്രെയിൻസും കാണും. സപ്പോസ് ഒരു റിയൽ ടൈം ടെമ്പറേച്ചർ മോണിറ്ററിംഗ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ റിയൽ ടൈം മോണിറ്ററിംഗ് നടക്കുന്നുണ്ടായിരിക്കും. ആ റിയൽ ടൈം മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഇവന്റ് ആണെങ്കിൽ ലേറ്റർ ആ കിട്ടുന്ന ഇൻപുട്സ് ഉണ്ടല്ലോ, ആ ഇൻപുട്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പീരിയോഡിക് സാമ്പിളിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പീരിയോഡിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. സോ ഈ ഇവന്റ്സിനെയും ടാസ്ക്സിനെയും ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റീസ് ആയിട്ട് മോഡൽ ചെയ്യുക, അതാണ് ടാസ്ക് ആൻഡ് ഈവന്റ് മോഡൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് ഡയഗ്രാംസ് ആണ് വരുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് ദ സിസ്റ്റത്തിനെ ആയിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ഉള്ള ട്രാൻസിഷൻസ് ഓരോ ഇവന്റ് വരുമ്പോഴും ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുന്നുണ്ടായിരിക്കുക, ആ മോഡൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് സീക്വൻസ് ഡയഗ്രാംസ് ആണ്. അതായത് സിസ്റ്റം കോമ്പണൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് അതായിരിക്കും നമ്മൾ സീക്വൻസ് ഡയഗ്രത്തിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിന്റെ ഓർഡർ, ഇന്ററാക്ഷൻസിന്റെ ഓർഡർ ആയിരിക്കും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ടൈമിംഗ് ഡയഗ്രാംസ് ആണ് വരുന്നത്. അതായത് സിസ്റ്റത്തിലെ ഓരോ ഇവന്റ്സിന്റെയും ടൈമിങ്ങും സിങ്കണൈസേഷനും ഒക്കെ വിഷ്വലൈസ് ചെയ്യാണ് ടൈമിംഗ് ഡയഗ്രത്തിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ്. നമുക്കറിയുന്ന കാര്യമാണ്, ഒരു സിസ്റ്റത്തിനകത്തുള്ള ഡേറ്റയുടെ ഫ്ലോയെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സോഴ്സ് അറിഞ്ഞിരിക്കണം, ഡെസ്റ്റിനേഷൻ അറിഞ്ഞിരിക്കണം, പ്രോസസ്സിംഗ് സ്റ്റേജസ് ഉണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ് മോഡൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ റിയൽ ടൈം സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനകത്ത് നമുക്കൊരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രസന്റ് ആയിരിക്കണം. അത് ടാസ്ക് ഷെഡ്യൂളിങ്ങിനെ സപ്പോർട്ട് ചെയ്യണം, അതായത് പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് ഡെഡ് ലൈൻ ഡ്രിവൺ ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ഇതിനകത്ത് നടക്കണം. ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ കൺകറൻസിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണം. ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ ടൈമിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. മെമ്മറി മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കണം. ഇത്തരത്തിലുള്ള കീ ഫീച്ചേഴ്സ് ഒക്കെ ആ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. I'll list down few examples of real time operating system. VxWorks എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. എയ്റോസ്പേസ്, ഡിഫൻസ്, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് അതിലൊക്കെ VxWorks യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രീ RTOS, ഫ്രീ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. എംബഡഡ് സിസ്റ്റത്തിൽ IoT ആപ്ലിക്കേഷൻസിലൊക്കെ ഈ ഫ്രീ RTOS ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരെണ്ണം QNX. ഇതെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹൈ റിലയബിലിറ്റി. ഇത് ഓട്ടോമോട്ടീവ് ആൻഡ് മെഡിക്കൽ ഡിവൈസസിലാണ് QNX യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് RT Linux, ഒരു റിയൽ ടൈം വേരിയന്റ് ഓഫ് ലിനക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിലും റോബോട്ടിക്സിലൊക്കെ RT Linux ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് റിയൽ ടൈം സോഫ്റ്റ്വെയർ ഡിസൈനിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ കോൺസെപ്റ്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Signing off, your study partner Click. Stay focused on what really matters to you.